റോഷിപാൽ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇതുവരെ കണ്ടുവന്ന ഒരു പ്രചരണ രീതിയൊന്നുമല്ല നിലമ്പൂരിൽ കാണുന്നത്. നിലമ്പൂരിൽ ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ, പല പുതിയ വിഷയങ്ങൾ ഉണ്ടാവുന്നു, ആ വിഷയങ്ങൾ കെട്ടുപോകുന്നു, വീണ്ടും പുതിയ വിഷയങ്ങൾ ഉണ്ടാവുന്നു. പ്രചരണത്തിനായി പലതരത്തിലുള്ള ആളുകൾ എത്തുന്നു. ഇന്നിപ്പോൾ ആശാവർക്കർമാരടക്കം ചന്തക്കുന്നിൽ നിന്ന് പ്രചരണം തുടങ്ങുകയാണ്. വിവാദ വിഷയങ്ങൾ ഇപ്പോഴും കത്തിപ്പടരുന്നുണ്ടോ നിലമ്പൂർ മണ്ഡലത്തിൽ, റോഷി? ഡോക്ടർ അരുൺകുമാർ, കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ അത് തൃക്കാക്കരയോ പുതുപ്പള്ളിയോ പാലക്കാടോ ചേലക്കരയോ കണ്ട രീതിയല്ല നിലമ്പൂരിലെ പ്രചാരണത്തിന്. വലിയ ആവേശം പ്രചാരണത്തിൽ കണ്ടില്ല. പക്ഷെ അവസാന ഘട്ടമാകുമ്പോഴത്തേക്കും ആരോപണ പ്രത്യാരോപണങ്ങളാണ്. അത് ഇപ്പോഴും കത്തി നിൽക്കുന്നത് രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയും PDPയുടെ പിന്തുണയും. ഈ രണ്ട് വിവാദങ്ങൾ ആളിക്കത്തുന്നു. അതിന് ആ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് നൽകുന്ന മറുപടികൾ, ഇരു മുന്നണികളും നൽകുന്ന മറുപടികൾ അതിൽ തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. അതിനൊപ്പം തന്നെ സാമൂഹ്യക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് KC വേണുഗോപാൽ നടത്തിയ വിവാദ പരാമർശം, അതും LDF കേന്ദ്രങ്ങൾ പരമാവധി രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഏതായാലും ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ സംബന്ധിച്ച് ജമാഅത്ത് ഇസ്ലാമിയുടെ വർഗീയ നിലപാടുകൾ LDF ചൂണ്ടിക്കാട്ടുമ്പോൾ മറുഭാഗത്ത് ജമാഅത്ത് ഇസ്ലാമി നിലപാട് മാറ്റിയിട്ടുണ്ടെന്ന വിശദീകരണമായി UDFും രംഗത്തെത്തുന്ന കാഴ്ചയാണ്. നേതാക്കളൊക്കെ ഇന്നും സമാനമായ വിവാദങ്ങൾക്ക് മറുപടി പറഞ്ഞു പോകാനാണ് സാധ്യത. ഇന്ന് KC വേണുഗോപാൽ എത്തുന്നുണ്ട്. 12 മണിക്ക് KC വേണുഗോപാലിന്റെ വാർത്താ സമ്മേളനമുണ്ട്. മറ്റു പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളൊക്കെ ഇവിടെ ക്യാമ്പ് ചെയ്തു. സമാനമായി LDF നേതാക്കളുമുണ്ട്. ഏറ്റവും പ്രധാനമായി ചൂടുപിടിച്ച ചർച്ച ഇതാണ്. അതിനപ്പുറത്തേക്ക് മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നും ഇതുവരെ ചർച്ചയായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം കഴിഞ്ഞ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങൾ കൃത്യമായി ചർച്ച ചെയ്തിരുന്നു എല്ലാ മുന്നണികളും. പക്ഷേ ഈ തവണ അങ്ങനെ ഒരു വിശദമായ ചർച്ചയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നില്ല. മറ്റു രാഷ്ട്രീയ ആരോപണങ്ങളിൽ ഒതുങ്ങുകയാണ് അവസാന ഘട്ടത്തിൽ പ്രചാരണം. ഓക്കെ റോഷി, എന്തായാലും പ്രചാരണം ചൂടുപിടിക്കുകയാണ്. കൊണ്ടുപിടിച്ച പ്രചരണമായിരിക്കും ഇനിയിപ്പോൾ വരുന്ന 7 ദിവസങ്ങളിലേക്ക് ഉണ്ടാവുക. 9-10 മാസത്തേക്ക് വേണ്ടിയുള്ളൊരു MLA തെരഞ്ഞെടുക്കാനുള്ള ഉപതെരഞ്ഞെടുപ്പാണ് എന്ന മട്ടിലല്ല നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനോടുള്ള ഒരു സെമി ഫൈനൽ എന്ന നിലയിൽ തന്നെയാണ് അംഗം മുറുകിക്കൊണ്ടിരിക്കുന്നത്. സാധ്യമായ എല്ലാ അടവുകളും എല്ലാ മുന്നണികളും പ്രയോഗിക്കും, എല്ലാ സ്ഥാനാർത്ഥികളും പ്രയോഗിക്കും. തീപ്പൊരി ചിതറുന്ന പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. മുതിർന്ന നേതാക്കളെല്ലാം എന്തായാലും നിലമ്പൂരിലേക്ക് എത്തി തങ്ങളുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ ആവശ്യമായ ചരട് വലികൾക്കൊക്കെ നീക്കം നൽകുകയും പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്യും.